നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മരുന്ന് വാങ്ങിച്ചത് ഇയാളാണ്. മോളെ, എന്താച്ചാ? ഫംഗ്ഷനിടയില് മോളും ജീവനും തമ്മിൽ മുറിയിൽ വെച്ച് സംസാരം നടക്കുമ്പോൾ ഞാൻ മുറിക്ക് പുറത്തു വന്നിരുന്നു. ജന്മം നൽകിയൊരു മകൻ ഒരു കൊള്ളരുതാത്തവനാണെന്ന് മനസ്സിലാക്കുന്നത് ഏറ്റവും വേദനയുള്ളൊരു കാര്യമാണ്. എന്ത് ചെയ്യണം മോളെ? അല്ല, എന്തായിരുന്നു ഇതിന്റെയൊക്കെ തുടക്കം? ഞാൻ മേക്കപ്പ് ചെയ്യുന്നത് ജീവന് ഇഷ്ടമല്ല. ഒഴിവാക്കാൻ ഞാൻ പലവട്ടം നോക്കിയതാ. പക്ഷേ ജ്യോതി എന്നെ നിർബന്ധിച്ചു. അതിലെന്തോ കുഴപ്പമുണ്ടായിരുന്നു. ജീവൻ അതിലെന്തോ ചെയ്തിരുന്നു. അതിലെനിക്ക് കുഴപ്പമൊന്നുമില്ല ചാ. അതെന്നെ മാത്രം ബാധിക്കുന്ന കാര്യമല്ലേ. ഓടി വന്ന ഞാൻ ചത്തുപോയിരിക്കും. പക്ഷെ സുധിയെക്കുറിച്ച് ജീവൻ പറഞ്ഞത് പച്ചക്കള്ളാണ്. മനസ്സിലായി മോളെ. എന്തോ ഒന്നിൽ നിന്നും രക്ഷ നേടാൻ അവൻ കരുതിക്കൂട്ടി പറഞ്ഞതെന്ന് മനസ്സിലായി. ജ്യോതി മനു പിള്ളേരില്ലേ അച്ഛ? അവരുടെ പ്രായത്തിൻ്റെതായ കുസൃതികള് അവരിൽ കാണില്ലേ? അങ്ങനെ എന്തെങ്കിലും കണ്ട അത് പറഞ്ഞു മനസ്സിലാക്കല്ലേ വേണ്ടത്. ഞാൻ അതിനെ ശ്രമിച്ചത്. പക്ഷെ ജീവൻ കയറി വന്നിട്ട് ഞാനും മനുവും തമ്മിൽ എന്തോ തെറ്റായ ബന്ധമുണ്ടെന്ന് പറഞ്ഞ് എന്നെ തല്ലാൻ തുടങ്ങി. അത് കണ്ട് സഹി കെട്ടിട്ടാ സുധി ജീവനെ അടിച്ചത്. അവർക്ക് എന്നെ അത്രയ്ക്ക് ഇഷ്ടമാണ്. എന്റെ ആങ്ങളെയല്ലേ, വേദനിക്കാതിരിക്കോ? സോറി മോളെ. നിന്നെയും നിന്റെ കുടുംബത്തിന്റെയും കാലിൽ വീണ് മാപ്പ് പറയാനേ ഈ അച്ഛനെ കൊണ്ട് പറ്റൂ. അയ്യോ അച്ഛ, അങ്ങനെയൊന്നും പറയില്ലേ. അച്ഛനെ അമ്മയെ ഓർത്തിട്ടാ പലതും ഞാൻ മനസ്സിൽ അടക്കി വെക്കുന്ന. എനിക്ക് പേടി സുജാതയുടെ മനസ്സിനെ. എല്ലാ സങ്കല്പങ്ങളും കൂടി ഒന്നിച്ച് തകർന്നു പോയെന്ന് പറഞ്ഞ ചിലപ്പോ വീണു പോകുക പാവം. ജ്യോതിയുടെയും മനുവിന്റെ ഒക്കെ കാര്യം യുക്തം പോലെ മോള് കൈകാര്യം ചെയ്യണം. പഠിച്ച കുട്ടികളല്ലേ, പറഞ്ഞ് മനസ്സിലാക്കിയ അവരത് ഉൾക്കൊള്ളും. പറ്റുമെങ്കിൽ അമ്മയോട് മോളൊന്ന്. ഞാൻ പറയില്ല അച്ഛ. അമ്മ എനിക്ക് ചെറിയൊരു ആശ്വാസമല്ല. ഞാൻ നിലനിൽക്കുന്നതിന്റെ കാരണം തന്നെ അതാ. അച്ഛൻ പേടിക്കണ്ട. പക്വതുകൊണ്ട് നീ അമ്മയും അച്ഛനെയും ഒക്കെ അതിശയിപ്പിക്കുന്നുണ്ട് മോളെ. അതിന്റെ കൂലി നിന്റെ ജീവിതത്തിൽ എന്തിനും തിരിച്ചു കിട്ടും മോളെ. എന്നാ മാഡം? ഇത് ഇവിടുത്തെ ബില്ലാണോ? അതെ മാഡം. ഇത് ഞങ്ങളുടെ വീട്ടിൽ ആരോ ഒരാൾ വാങ്ങിച്ചതാ.
അത് ആരാണെന്നറിയാനാ ഞങ്ങൾ ഇവിടെ വന്നത്. നിങ്ങൾക്കതൊന്ന് ഓർത്തെടുക്കാൻ പറ്റുമോ? സോറി മാഡം, ഒരു ദിവസം എത്രയോ പേര് ഇവിടെ വന്നു പോകുന്ന, അങ്ങനെ ഓർത്തെടുക്കാൻ പറ്റില്ലല്ലോ. ഇതൊക്കെ എന്തിനാ അറിയുന്നത്? വേറൊന്നുമല്ല, അന്വേഷിച്ചപ്പോ ഇതേതോ സ്കിൻ ഡിസീസിനുള്ള മരുന്നാണെന്ന് അറിഞ്ഞു. അതെ, ഹൈ അലർജിക്കുമാണ്. അതെ, അതുകൊണ്ടാണൊരു സംശയം. ഞങ്ങൾക്കാർക്കും അറിയുന്ന രീതിയിൽ അങ്ങനെ ഒരു അസുഖമേ ഇല്ല. ഉണ്ടെങ്കിലും അത് നിസ്സാരമായിട്ട് കാണാൻ പാടില്ലല്ലോ. ഒന്ന് ഹെൽപ്പ് ചെയ്യണം. അതിന് എനിക്കെന്ത് ചെയ്യാൻ പറ്റും? ഞാൻ ഞങ്ങളുടെ ഫാമിലി ഫോട്ടോ കാണിക്കാം. അതിലാരെങ്കിലും ആണ് കടയിൽ വന്നതെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ഓർമ്മിക്കാൻ പറ്റുമല്ലോ. മാഡം, ഞങ്ങളൊക്കെ നിത്യകൂലിക്കാരാണ്. എന്തെങ്കിലും കുഴപ്പം പിടിച്ച കാര്യമാണെങ്കിൽ പെട്ടുപോയ കുടുംബം പട്ടിണിയായി പോകും. അയ്യോ, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അമ്മയുടെ ടെൻഷൻ കൊണ്ടാ. ഇത് ആരാണെന്ന് അറിയാൻ വേണ്ടിയാ. ഓക്കെ, ഫോട്ടോ കാണിക്കോ? എനിക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. എടുക്ക. ഇയാളാണോ? ഏയ്, ഇയാളല്ല. ഇതുമല്ല. ഇയാളല്ലേ? അല്ല, ഇയാളല്ല. ഇയാളല്ലേ? ഇയാളല്ല, ഐ ആം ഷുവർ മാഡം. ഇയാളാണോ? ഇയാള് തമിഴനാണോ? അതെ, വീട്ടിലെ ജോലിക്കാരനാ. ഇയാൾ ഇന്നലെ ഇവിടെ വന്നിരുന്നു. മരുന്ന് വാങ്ങിച്ചത് ഇയാളാണ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.